മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ഒരു പാലക്കാടൻ കൃഷിത്തോട്ടം. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടിൽ ചിറ്റൂർ താലൂക്കിലെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ സേതുപതി എന്ന കർഷകന്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് നൂറുമേനി പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കരിമണം സ്വദേശിയായ സേതുപതി അവിടെ കൃഷി ജീവനോപാധിയായി സ്വീകരിച്ചു വരികയായിരുന്നു. ഭൂഗർഭജലത്തിന്റെ വിവേചനരഹിതമായ ഉപഭോഗം മൂലമുണ്ടായ ജലദൗർലഭ്യം എല്ലാ കർഷകരുടെയും എന്നതുപോലെ സേതുപതിയുടെ കൃഷിയെയും അസാധ്യമാക്കി. കൃഷിയെ സ്നേഹിച്ച് കൃഷിയിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് ഇത് പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു. തോറ്റു പിന്മാറാൻ ഇദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. എന്തു വന്നാലും കൃഷിയെ ഉപേക്ഷിച്ചൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ചു. പാലക്കാടിലെ കൊഴിഞ്ഞാമ്പാറ പ്രദേശത്ത് 7.5 ഏക്കർ കൃഷിസ്ഥലം വാങ്ങി തെങ്ങ് കൃഷിയിലും തെങ്ങ് അധിഷ്ഠിത ഇടവിള കൃഷിയിലും വ്യാപൃതനാവുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തെങ്ങ് കൃഷിയിലുണ്ടായ മണ്ടരി ബാധ പൊടുന്നനെ തെങ്ങിൽ നിന്നുള്ള വിളവിൽ കാര്യമായ കുറവുണ്ടാക്കിയപ്പോഴാണ് പശു വളർത്തലിനെക്കുറിച്ച് ഇദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയത്. നിങ്ങളുടെ ക്ഷീരമേഖലയിലുള്ള അനുഭവ സമ്പത്തും മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞതിൻ്റെ അതിൻ്റെ വിജയ കഥകളും എല്ലാം ഞങ്ങൾ ധാരാളം വ്യാസിൽ നിന്ന് അറിഞ്ഞു. അതിനെപ്പറ്റി നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് വിശദീകരിക്കാമോ? நான் ஃபஸ்ட்டு தமிழ்நாட்டிலேருந்து வந்தாங்க. தமிழ்நாடு கருமானக்கண்ணூர் புறைபாளையத்து பக்கம். அங்கெல்லாம் வெள்ளம் குறவுனால அங்கேருந்து வந்து இங்கே நான் பூமி வாங்கினுங்க. வாங்கிட்டு தெங்கு கம்ப்ளீட் ஃபஸ்ட்டு கிருஷி பண்ணுங்க. தென்னைக்கு பூராமே கால்த்தி வேச்சியாக்கும். கால்த்தி வேச்சினால நான் கம்ப்ளீட் ஒரு 4-5 மாடு பசு பண்ணி 4-5 ஜனத்துலேருந்து அதனோட குட்டிகள் எடுத்து வளர்த்தி இப்போ ஒரு 80-82 பசு இருக்குதுங்க. அப்புறம் அதை நான் மில்மா சொசைட்டிக்கு தான் கொடுத்துட்ருக்கேனுங்க மூலக்கடைக்கு. அப்புறம் அதுபோக வேறு கிருஷியும் எனக்கு கப்பை உண்டுங்க. கப்பை வாழை இருக்குது, நேந்திரம் வாழை. பின்ன இங்கேருந்து இதன் மாட்டினோட மூத்திரத்தையும் வச்சாக்குங்க மலம்புல் இந்த கப்பைக்கு எல்லாமே கொடுக்கறது. அதனால நல்லா முறையை நல்லா பண்ணிட்டு இருக்கிறேங்க. ആദ്യമായി 5 പശുക്കളെ വാങ്ങി വളർത്തിയാണ് ക്ഷീരമേഖലയിൽ ആദ്യ കാൽവയ്പ് നടത്തിയത്. പതുക്കെ പതുക്കെ 5 പശുക്കൾ 10 പശുക്കളായി. നിലവിൽ 80ഓളം പശുക്കളെ പരിപാലിക്കുന്ന സുന്ദരമായ ഒരു ഡയറി ഫാമായി വിപുലീകരിക്കാൻ സാധിച്ചത് സേതുപതിയുടെ ദൃഢനിശ്ചയം കൊണ്ട് മാത്രമാണ്. MBA പഠനം പൂർത്തിയാക്കി ബാങ്കിൽ ജോലി ചെയ്തിരുന്ന മകൻ ഉദയകുമാറിന് വൈറ്റ് കോളർ ജോലിയേക്കാളും താൽപ്പര്യം കുട്ടിക്കാലം മുതൽ തന്നെ താൻ കളിച്ചു വളർന്ന കൃഷിയിടവും കൃഷിയും തന്നെയായിരുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഉദയകുമാർ അച്ഛനോടൊപ്പം കൃഷിയിൽ ജീവിതമാർഗം കണ്ടെത്തുകയായിരുന്നു. நம்ம ചെറിയ തൊട്ടേ வந்து இன்ட்ரெஸ்ட் കൃഷി, ഡയറി ഫാമിംഗ് ഇത് തന്നെ.
நம்ம படிக்கிற സ്റ്റഡീസ് ചെയ്തപ്പോഴുണ്ട് പിന്നെ കുറച്ച് ദിവസം ജോലിയിൽ പോയി ഒരു 2 years ജോലിയുണ്ട് പിന്നെ അവിടെ നിന്ന് என்னதான் இருந்தாலும் ஒரு சாட்டிஸ்ஃபேக்ஷன் வந்து அக்ரிகல்ச்சர் செய்தால் தான் சாட்டிஸ்ஃபேக்ஷன் இருக்குது அதனால் அகைன் இதே பார்த்துக்கலாம் அக்ரிகல்ச்சரே பார்த்துக்கலாம் அப்படின்னு சொல்லிட்டு சரி ஃபார்ம் டைரி ஃபார்ம் ஸ்டார்ட் பண்ணிச்சுங்க முதல்லேருந்தே வந்து ஒரு 5 to 10 அனிமல்ஸ் இருந்துகிட்டே இருந்து சின்னதுலேருந்து அப்போது சரி அதுலேருந்து சரி குட்டிகளோ வளர்த்தி இப்போது 20 அனிமல்ஸ் ஆச்சு 20 அனிமல்ஸ்லேருந்து இப்போது மோர் தென் 80 அனிமல்ஸ் இருக்குது பரவாயில்ல இது வந்து நம்மளுக்கு ஒரு ரேட் ஃபிக்ஸேஷன் இருக்கிறங்காட்டி எவ்வளோ இன்வெஸ்ட் பண்ணால் இவ்வளவு ப்ராஃபிட் இருக்குங்கிற ஒரு எஸ்டிமேஷன் வந்து நம்ம கால்குலேட் பண்ணலாம் வேறு அக்ரிகல்ச்சரில் வந்து அந்த எவ்வளோ எஸ்டிமேட் பண்ணுறோம் அதுக்கு தகுந்த ரேட்டெல்லாம் எதுவுமே கிடைக்கிறதில்ல அது ஃபிக்ஸேஷன் ஏதாச்சும் ரேட் ஃபிக்ஸேஷன் எதுனா இன்னும் கொஞ்சம் ப்ராஃபிட்டபுளாக இருக்கும் எங்களுக்கு அக்ரிகல்ச்சர் ஃப்யூச்சர் யங் க்ரோத்துக்கு யங்ஸ்டர்ஸ் பண்ணுறக்கு ஏன்னா எவ்வளோ இப்போது கிருஷியில் வந்து இன்றைக்கி 10,000 இன்வெஸ்ட் பண்ணால் நாளைக்கு வந்து 10,000 எடுக்க முடியுமாங்கிறது அந்த டவுட்ஸ் வந்து நிறையா யங்ஸ்டர்ஸ் இருக்குது அதனால் அவங்க இன்றைக்கி அந்த லேபர் ப்ராப்ளம் இருக்குது எல்லாம் வந்து நம்மளாக வந்து எதில் இருந்தாலும் நம்ம இறங்கி பண்ணினா மட்டும்தான் வந்து அக்ரிகல்ச்சர் ஸ்டாண்ட் பண்ண முடியும் இல்லாட்டி டைரி ஃபார்மாக இருந்தாலும் சரி எதாக இருந்தாலும் கண்டிப்பாக பண்ண முடியாது கூடவே வந்து நம்ம இருந்தாகணும் ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ ജേഴ്സി കങ്കയം വെച്ചൂർ ഇനങ്ങളിലുള്ള 80ഓളം പശുക്കളെയാണ് ഈ ഡയറി ഫാമിൽ സംരക്ഷിച്ചു പോരുന്നത് പൂർണ്ണമായും ഹൈടെക് ഡയറി ഫാം അല്ലെങ്കിലും യന്ത്രവൽക്കരണം ഈ ഫാമിലും നടപ്പാക്കിയിരിക്കുന്നു പൊതുവെ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് ഫാമിലെ പശുക്കൾക്ക് തണുപ്പേകാനായി മേൽക്കൂരയ്ക്ക് മുകളിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം സ്ഥാപിച്ച് കൂര ഈർപ്പമുള്ളതാക്കി പശുക്കൾക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഫോഗറുകളും മിസ്റ്റ് സംവിധാനവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് തൊഴുത്തിൽ കൊതുക് ഈച്ച തുടങ്ങിയവയുടെ ശല്യം നിയന്ത്രിക്കുന്നതിനും പാലിൽ കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും ഇതുമൂലം സാധിക്കും കറവ പ്രധാനമായും കറവ യന്ത്രം ഉപയോഗിച്ചാണ് തൊഴുത്ത് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു തെങ്ങിനിടയിൽ പുൽകൃഷിയും ഇടവിള കൃഷികളും ചെയ്യുന്നത് മൂലം പശുവിൻ്റെ തീറ്റച്ചെലവ് കുറയ്ക്കുന്നതിനും അധിക വരുമാനം ഉറപ്പാക്കുന്നതിനും ഈ കുടുംബം പ്രത്യേക പരിഗണന നൽകി വരുന്നു തൊഴുത്തിൽ നിന്നുള്ള ഗോമൂത്രവും ചാണകവും നേരെ പുൽകൃഷിയിലേക്കും തെങ്ങിനും ഇടവിളകൾക്കും നൽകുന്നതിനാൽ ശുദ്ധമായ ജൈവ കാർഷിക വിഭവങ്ങൾ ആയാസരഹിതമായി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നതായി ഇദ്ദേഹം പറയുന്നു അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളായതിനാൽ തന്നെ ദിവസവും 400 മുതൽ 500 ലിറ്റർ വരെ പാൽ ഈ ഡയറി ഫാമിൽ നിന്ന് ലഭിക്കുന്നു മൂലക്കടവിലുള്ള ക്ഷീരസംഘത്തിന് യഥാസമയം പാൽ വിപണനം ചെയ്യുന്നതിനാൽ പാലിൽ നിന്നുള്ള വരുമാനം അപ്പോൾ തന്നെ സേതുപതിയുടെ പക്കലും എത്തുന്നു 8 മുതൽ 9 മാസത്തിനകം വിളവെടുക്കാവുന്ന തൃശ്ശൂരിന്റെ സ്വന്തം കൊലരാമൻ എന്ന മരച്ചീനി ഇനം 4 ഏക്കറിൽ സ്ഥിരമായി കൃഷി ചെയ്തു വരുന്നു സേതുപതിയുടെ കപ്പത്തോട്ടത്തിൽ തുള്ളിനനയിലൂടെ ഗോശാലയിലെ ചാണകവും മൂത്രവും ഡൈല്യൂട്ട് ചെയ്ത് നൽകി വരുന്നു ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകും എന്ന തന്റെ ദൃഢനിശ്ചയത്തിലൂടെ തന്റേതായ ഒരു കാർഷിക സാമ്രാജ്യം പടുത്തുയർത്തിയ സേതുപതിക്കും കുടുംബത്തിനും എല്ലാവിധ ശുഭ ആശംസകളും നേർന്ന് നൂറുമേനി യാത്ര പറഞ്ഞിറങ്ങി സേതുപതിയോട് സംസാരിക്കാം ഫോൺ 9495 285931
വൈഗ 2018 കൃഷി ഉന്നതി മേളയും തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ 2018 ഡിസംബർ 27 മുതൽ 30 വരെ. മൂല്യവർദ്ധനവിലൂടെയും മികച്ച വിപണനത്തിലൂടെയും കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ഒരു വഴികാട്ടി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർപേരൂർ കേരളത്തിന്റെ കാർഷിക തലസ്ഥാനമായി മാറുകയാണ്. നിങ്ങളെ എല്ലാവരെയും തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈഗ 2018 കൃഷി ഉന്നതി മേളയിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. കേരളത്തിലെ സമീപകാല സാമൂഹ്യ മാറ്റങ്ങളും ഉപഭോക്തൃ സംസ്കാരത്തിലുണ്ടായ വ്യതിയാനവുമൊക്കെ കാർഷിക മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ട്. കൃഷിയെ കാർഷിക വ്യവസായമെന്ന നിലയിൽ സമീപിക്കേണ്ടത് ഇക്കാലത്ത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. കാർഷിക വ്യവസായ രംഗത്ത് കർഷകരും കർഷക കൂട്ടായ്മകൾക്കും പ്രസക്തിയുണ്ട്. ഇത്തരത്തിൽ വിജയിച്ച ഒരു കർഷക കൂട്ടായ്മയെയും വ്യക്തിയെയും നമുക്ക് പരിചയപ്പെടാം. കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കുകയാണ് തൃശൂരിലെ മറ്റത്തൂർ ലേബർ സഹകരണ സംഘം. 2008 കേരള സർക്കാർ സ്ഥാപനമായ ഔഷധിക്ക് ഔഷധ സസ്യങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച സൊസൈറ്റി ഇന്ന് പ്രവർത്തന വൈവിധ്യവൽക്കരണത്തിലൂടെ മറ്റു പല മേഖലകളിലും വിജയക്കൊടി നാട്ടിക്കഴിഞ്ഞു. കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരുടെ വരുമാനവും ഒരു സുസ്ഥിര വരുമാനത്തിലൂടെ അവരെ മുഖ്യധാരയിലേക്ക് അവരുടെ ഒരു ഉപജീവനം, ഒരു ജീവിതമാർഗം നല്ല രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് പടിപടിയായി മറ്റു സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്നൊരു കുതിച്ചുകയറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഔഷധ കൃഷിയിൽ ഏർപ്പെടുന്ന കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഔഷധ സസ്യങ്ങളുടെ വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടമാണ്. വിലയുള്ള ഒരു ഔഷധ സസ്യം വലിയ തോതിൽ കൃഷി ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ വിലയിടിയുക. ഈ സാഹചര്യത്തിലാണ് സ്ഥിരവില ഉറപ്പാക്കി മറ്റത്തൂർ ലേബർ സൊസൈറ്റി ഔഷധ കൃഷി രംഗത്തേക്ക് കടക്കുന്നത്. 2016 കോട്ടയ്ക്കൽ, ഒല്ലൂർ വൈദ്യരത്നം, സീതാറാം, കേരള ആയുർവേദ ഫാർമസി, ഔഷധി എന്നിവയുമായി സംഘം ധാരണയിലെത്തി. 2017 തുടങ്ങി 5 വർഷത്തേക്കുള്ള വിൽപ്പന കരാറിലാണ് സംഘം ഏർപ്പെട്ടത്. ധാരണ ഇപ്രകാരമാണ്: നിലവിൽ കിലോയ്ക്ക് 200 രൂപ വിലയുള്ള ഔഷധച്ചെടിയുടെ അടിസ്ഥാന വില 200 രൂപയായി തന്നെ നിശ്ചയിക്കുന്നു. തുടർച്ചയായ 6 മാസം ഈ ചെടിയുടെ വില ഉയർന്നു നിൽക്കുകയും ഉയർച്ച അടിസ്ഥാന വിലയുടെ 50%ആണെങ്കിൽ വാങ്ങുന്ന സമയത്ത് നിശ്ചയിച്ച വിലയുടെ 35% കമ്പനി കൂടുതൽ നൽകണം. വർധന 75% 45%, 100% 50% അധിക വില നൽകണം. മറിച്ച് 6 മാസത്തേക്ക് അടിസ്ഥാന വിലയേക്കാൾ വില ഇടിഞ്ഞു നിന്നാൽ കമ്പനി കരാർ തുകയേക്കാൾ 15% കുറച്ചായിരിക്കും വിലയിടുക. നമ്മൾ കൂടുതലായിട്ട് എന്ത് കൊടുവേലിയാണ്, പിന്നെ കുറുന്തോട്ടി, മഞ്ഞൾ, ശതപാരി, അടപ്പതിയൻ, കിരിയാത്ത്, ഓരില, മൂവില, അങ്ങനെ ഒരു 10 തരം പച്ചമരുന്നുകൾ ചെയ്യുന്നുണ്ട്. പച്ചമരുന്ന് എന്ത് ജൈവ കൃഷിയായിട്ടാണ് ചെയ്യുന്നത്. 15ഓളം ഔഷധ സസ്യങ്ങളാണ് ഔഷധവനം പദ്ധതിയുടെ കീഴിൽ കമ്പനി കൃഷി ചെയ്യുന്നത്. 50 ഏക്കർ സ്ഥലത്തായി 30 കർഷകർ ഔഷധ കൃഷിയിൽ ഏർപ്പെടുന്നു. ഇവർക്ക് വേണ്ട പരിശീലനവും നടീൽ വസ്തുക്കളുമൊക്കെ സൊസൈറ്റി തന്നെ ലഭ്യമാക്കുന്നുണ്ട്. നിലവിൽ കൂടുതൽ കമ്പനികൾ ഔഷധ സസ്യങ്ങൾ വാങ്ങാൻ സന്നദ്ധരായി വരുന്നതിനാൽ അടുത്ത വർഷത്തേക്ക് 300 ഏക്കറിലേക്കായി കൃഷി വ്യാപിപ്പിക്കുകയും 200 കർഷകരെയെങ്കിലും ഭാഗമാക്കുകയും ചെയ്യുക എന്നതാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. ആഴ്ചയിൽ 2 ദിവസം സൊസൈറ്റി മരുന്ന് ചെടികൾ സംഭരിക്കുന്നുണ്ട്. 10 ലക്ഷം ഔഷധ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള നഴ്സറിയും സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം തുടങ്ങി. ഔഷധവനത്തിന്റെ ഭാഗമായി മഞ്ഞൾ വനം പദ്ധതിയും സൊസൈറ്റി നടപ്പാക്കുന്നു. ഇവിടെ വിളയുന്ന മഞ്ഞളിൽ ഔഷധ ഗുണമുള്ള കൂർക്കുമിന്റെ അളവ് അധികരിച്ചിരിക്കുന്നതിനാൽ ഇത് വാങ്ങാൻ കമ്പനികൾ തൽപരരാണ്. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി മഞ്ഞൾ കൃഷി 400 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാൻ സൊസൈറ്റി ലക്ഷ്യമിടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കദളിക്കുലകൾ ഉൽപ്പാദിപ്പിക്കുന്ന കദളീവനം പദ്ധതി 2009 തന്നെ സൊസൈറ്റി ആരംഭിച്ചിരുന്നു. 1 ലക്ഷത്തോളം കദളിവാഴകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ദിവസവും 4000 കദളിപ്പഴം നൽകാനായി ഗുരുവായൂർ ദേവസ്വവുമായി സൊസൈറ്റി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തെ മിക്ക കർഷകരും കദളിവാഴ കൃഷി ചെയ്യുന്നു. സൊസൈറ്റി പഴമൊന്നിന് 2 രൂപ 50 പൈസ നിരക്കിൽ നൽകിയാണ് കർഷകരിൽ നിന്ന് കുല സംഭരിക്കുന്നത്. ഓണത്തിന് കായൊന്നിന് 2 പൈസ നിരക്കിൽ ബോണസും നൽകുന്നു.
രോഗവും പ്രകൃതിക്ഷോഭവും മൂലം നശിക്കുന്ന വാഴകൾക്ക് ഒന്നിന് 30 രൂപ നിരക്കിൽ നഷ്ടപരിഹാരം ലഭിക്കും വിധം ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കദളിവാഴ കുലകൾക്കുള്ള വർദ്ധിച്ച ആവശ്യകത പരിഗണിച്ച് www.poojakadali.com എന്ന ഓൺലൈൻ സൈറ്റ് വഴി കാഴ്ചക്കുലകളായി സമർപ്പിക്കാവുന്ന കദളിക്കുലകളുടെ വിൽപ്പനയും മുന്നേറുന്നു. ഓരോ വർഷവും VFPCKയുടെ വിപണി വിലയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം സൊസൈറ്റിയിൽ നിന്നും കദളിപ്പഴങ്ങൾ വാങ്ങുന്ന വില നിശ്ചയിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ്, തൃശ്ശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ, മറ്റത്തൂർ ലേബർ സഹകരണ സംഘം, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരുടെ സഹകരണത്തോടു കൂടിയാണ് കദളീവനം എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം കൊള്ളുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രതിദിനം അന്ന് 12,000 കദളിപ്പഴം ആവശ്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ മറ്റത്തൂർ സഹകരണ സംഘവും കുടുംബശ്രീ മിഷനും സംയുക്തമായി ഒരു ഗ്രൂപ്പായിട്ട് നല്ലൊരു ക്യാമ്പയിൻ വർക്ക് ചെയ്താണ് ഒരു വർഷം കൊണ്ട് 2009 മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കദളിപ്പഴം നൽകി തുടങ്ങിയത്. പ്രതിദിനം 4,000 കദളിപ്പഴം നൽകുന്ന രീതിയിൽ 500-ലധികം കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും 4,000 പഴം നൽകത്ത രീതിയിൽ ഈ പദ്ധതിയെ വളരെ വിജയപ്രദമായി കൊണ്ടുപോകുന്നതിന് സൊസൈറ്റിക്ക് സാധിച്ചു. കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ 950 പേർ സൊസൈറ്റിയിൽ അംഗങ്ങളാണ്. പ്രതിവർഷം 5 കോടി രൂപയുടെ വിറ്റുവരവുള്ള സൊസൈറ്റി 2000-ഓളം പേർക്ക് സ്ഥിരമായി തൊഴിലും നൽകുന്നു. കെ സുകുമാരൻ പ്രസിഡന്റും KP പ്രശാന്ത് സെക്രട്ടറിയുമായ മറ്റത്തൂർ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രക്ഷാധികാരിയായ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥന്റെ ആത്മാർത്ഥമായ പ്രോത്സാഹനവും പിന്തുണയുമുണ്ട്. ഒരു പദ്ധതിക്ക് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ കർഷകരെ ബാധിക്കാറില്ല. എല്ലാ പദ്ധതികളിലും നമ്മൾ സ്ഥിരമായൊരു വിലയാണ് നിശ്ചയിക്കുന്നത്. കദളിക്കായിക്കോട്ടെ, പൂവിനായിക്കോട്ടെ, അതുപോലെ തന്നെ പാവയ്ക്ക, ഔഷധ സസ്യങ്ങൾ എല്ലാത്തിനും നമ്മളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വില നിശ്ചയിക്കുന്നത് ഓരോ പദ്ധതി ആരംഭിക്കുമ്പോഴും അതിന് മുൻപത്തെ 3 വർഷത്തെ ആവറേജ് മാർക്കറ്റ് വിലയിൽ നിന്നും ശരാശരി കണക്കുണ്ടാക്കിയിട്ട് ഉൽപ്പാദന ചെലവും ആ വിലയും തമ്മിലുള്ള താരതമ്യം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത്. ചിലത് ഉൽപ്പാദന ചെലവ് കൂടുതലായിരിക്കും, അങ്ങനെയുള്ളതാണെങ്കിൽ കൂട്ടിത്തരാൻ കമ്പനികളോട് ആവശ്യപ്പെടും. ചിലത് കുറവാണെന്നുണ്ടെങ്കിൽ ആ റേറ്റ് അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന വലിയ വില വ്യത്യാസങ്ങൾ സംബന്ധിച്ചിട്ട് 6 മാസം കൂടുമ്പോൾ കമ്പനികളുമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. വലിയ വേരിയേഷൻ വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് കമ്പനി നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നുണ്ട്. വൈഗ 2018 കൃഷി ഉന്നതി മേളയും തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ 2018 ഡിസംബർ 27 മുതൽ 30 വരെ. മൂല്യവർദ്ധനവിലൂടെയും മികച്ച വിപണനത്തിലൂടെയും കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ഒരു വഴികാട്ടി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ കേരളത്തിൻ്റെ കാർഷിക തലസ്ഥാനമായി മാറുകയാണ്. നിങ്ങളെ എല്ലാവരെയും തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈഗ 2018 കൃഷി ഉന്നതി മേളയിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നെൽകൃഷി അഗ്രി ബിസിനസ്സാണ്. 44-കാരനായ ഈ ബികോം ബിരുദധാരി 10 വർഷമായി വിശേഷപ്പെട്ട നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കുന്നു. നാടൻ ഭക്ഷ്യവസ്തുക്കൾക്ക് ഉപഭോക്താക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് വരേണ്യ ഉപഭോക്താക്കൾക്കിടയിൽ പ്രിയമേറി വരികയാണ്. ഈ തിരിച്ചറിവാണ് പാരമ്പര്യമായി നെൽകൃഷി ചെയ്തു വന്ന ഈ കർഷകനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഭാര്യ വിശ്വപ്രിയയും 2 മക്കളും സംരംഭത്തിന് പിന്തുണയേകി. കൃഷ്ണ കമോദ് എന്ന ഗുജറാത്തിലെ തനതായ ഇനത്തിലായിരുന്നു തുടക്കം. മണത്തിലും രുചിയിലും മെച്ചമായ ഈ ഇനത്തിന്റെ കൃഷി ക്രമേണ 1 ഹെക്ടറിലേക്ക് വ്യാപിപ്പിച്ചു. 1 ഏക്കറിൽ നിന്ന് 1000 കിലോഗ്രാം എന്ന കണക്കിൽ നെല്ല് വിളവെടുക്കാനായി മാധ്യമങ്ങൾ വഴിയും ഫേസ്ബുക്ക്, വെബ്സൈറ്റ്, വാട്സാപ്പ് തുടങ്ങിയവ വഴിയും കൃഷിക്ക് നല്ല പ്രചരണം നൽകി. ധാരാളം കർഷകർ വിത്തു തേടിയെത്തി. കിലോഗ്രാമിന് 200 രൂപ നിരക്കിൽ 5 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു. ഈ നേട്ടം പ്രസീദ് കുമാറിന് വലിയൊരു ഉത്തേജകമായി വർത്തിച്ചു. ഇന്ന് 6.25 ഏക്കറിലാണ് പ്രസീദിന്റെ നെൽകൃഷി. അതിൽ 3.25 ഏക്കർ സ്വന്തമായുള്ളതും ബാക്കി പാട്ടവും. ജൈവവളങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് നെൽകൃഷി മുന്നേറുന്നത്. കൃഷ്ണകമോദിനു പുറമെ വയനാടൻ ഇനങ്ങളായ ബൽച്ചൂരി, കയമ, ഗന്ധകശാല, മുള്ളൻ, പുഞ്ച, ജീരകശാല, തൊണ്ടി എന്നിവയും ഔഷധമേന്മ കൽപ്പിക്കപ്പെടുന്ന കറുത്ത നെല്ലിനങ്ങളായ കവുണി, ബ്ലാക്ക് ജാസ്മിൻ എന്നിവയും ചുവന്ന നെല്ലിനങ്ങളായ രക്തശാലി, കുങ്കുമശാലി, നവര, ചെന്നല്ല് തുടങ്ങിയവയും പ്രസീദ് കൃഷി ചെയ്യുന്നുണ്ട്. 50 രൂപ മുതൽ 2000 രൂപ വരെ കിലോഗ്രാമിന് വില ലഭിക്കും വിധമാണ്
നെല്ലും അരിയും മാർക്കറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി നെൽച്ചെടികൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാപ്പ് തീർത്ത് പ്രസീദ് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. വരേണ്യ ഉപഭോക്താക്കൾ വില എത്രയായാലും നാടൻ നെല്ലിനങ്ങൾ, പ്രത്യേകിച്ച് ഔഷധഗുണങ്ങൾ കൽപ്പിക്കപ്പെടുന്നവ വാങ്ങാൻ ഉത്സുകരാണ്. ജൈവമെന്ന ബാനർ കൂടി ഉണ്ടെങ്കിൽ ഡിമാൻഡ് 10 മടങ്ങാവും. 10-12 വർഷമായി തുടർച്ചയായിട്ട് നെൽകൃഷി ചെയ്യുന്ന ഒരാളാണ്. ആദ്യത്തെ 3 വർഷം നെൽകൃഷി നഷ്ടമായിരുന്നു. നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിന് വിലയില്ല. അന്ന് 11, 12, 13 രൂപയ്ക്കൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നെല്ല് വിറ്റത്. ഇപ്പോൾ ആ നെല്ലിന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സർക്കാർ തലങ്ങളിൽ തന്നെ ഒരുപാട് സഹായങ്ങളൊക്കെ വന്നു. സർക്കാർ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഏക്കറിന് 400 രൂപയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഒരു ഹെക്ടറിന് 1000 രൂപയാണ് സബ്സിഡി. ഇപ്പോൾ അത് ഏകദേശം 15,000-ന് മുകളിലേക്ക് സബ്സിഡി വന്നു. അതേമാതിരി സുഗന്ധ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന എനിക്ക് സർക്കാർ 1 ഹെക്ടറിന് നമുക്ക് 10,000 രൂപയോളം സർക്കാരിൻ്റെ ആ ഭാഗത്ത് ആ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള സബ്സിഡി കിട്ടാൻ തുടങ്ങി. ഈ നെല്ലുകളിൻ്റെ വിത്തുകൾ ആവശ്യമുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് സമീപിക്കാൻ തുടങ്ങി. ഞാൻ ആ നെൽവിത്തുകൾ 50 രൂപ മുതൽ 2,000 രൂപ വില വരെയുള്ള നെൽവിത്തുകൾ ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്തുണ്ടാക്കി കർഷകർക്കും അതേമാതിരി ഇത് ആവശ്യമുള്ളവർക്കും ഞാൻ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിൽ VIPs കഴിക്കുന്ന ബസുമതി അരികൾ, പാക് ബസുമതി, ഡൽഹി ബസുമതി, കാശ്മീർ ബസുമതി, അതേമാതിരി കൃഷ്ണ കൗമോദ്, അതേമാതിരി നവര, അങ്ങനെ നമ്മൾ കർഷകർക്ക് വില കൂടിയ മാന്യമായ വില കിട്ടുന്നതായ ഉൽപ്പന്നങ്ങൾ ഞാൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ വെബ്സൈറ്റ് www.proceedpaddy എന്ന വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റിൽ കർഷകർ വന്ന് എന്നിൽ നിന്ന് സാധനങ്ങൾ യഥേഷ്ടം വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിന് എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും എൻ്റെ കാർഷിക മേഖല തന്നെ മൊത്തത്തിൽ മെച്ചപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. സാധാരണ നെൽകൃഷി ചെയ്യുന്നവരെ അപേക്ഷിച്ച് 10 മടങ്ങ് വരുമാനമാണ് പ്രസീദിന് ഈ പ്രമാണി നെല്ലുകളുടെ കൃഷിയിലൂടെ ലഭിക്കുന്നത്. കർഷകൻ അല്പം ബിസിനസ് കൂടി വശമുണ്ടെങ്കിൽ കൃഷി നഷ്ടമില്ലെന്ന് തെളിയിക്കുകയാണ് ഈ അനുഭവം. നമ്മൾ ഒരേ സൈസ് നെല്ല് തന്നെ അല്ല കൃഷി ചെയ്യേണ്ടത്. ഒരു 3-4 സൈസ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള നെല്ല് ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടെത്തി അത് നമ്മൾ വ്യാപകമായ രീതിയിൽ നമ്മൾ തുടർകൃഷി, ഇപ്പം നമ്മൾ 5 മാസം കൃഷി ചെയ്തിട്ട് 7 മാസം നമ്മളെ പാടം വെറുതെ ഇടാണ്. നെഞ്ചക്കൃഷി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പുഞ്ചകൃഷിയും കൂടി നമ്മൾ ചെയ്യുകയും അതിനുള്ള ജലസേചന സൗകര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുകയും അതിന് മാന്യമായ വില കിട്ടുന്ന ഒരു 200 രൂപ 100 രൂപേൻ്റെ മുകളിലേക്ക് നെല്ലിന് വില കിട്ടുന്നതായ ഒരുപാട് നെല്ലിനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. വയനാട്ടിലല്ല, ലോകത്തിൻ്റെ പല ഭാഗം. അത് നമ്മളൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്ത് കർഷകർ ഇന്നുള്ള സാമ്പത്തിക നിലവാരത്തിൽ നിന്ന് ഒരുപാട് ഉയരാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. പക്ഷേ എൻ്റെ സാധ്യതകൾ കർഷകരായ നമ്മൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ വിപണി കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് വൻ രീതിയിൽ വിജയിക്കാൻ സാധിക്കും. ഇന്നുള്ള കർഷകരാരും ഈ നിലയിൽ ജീവിക്കേണ്ട, നല്ല എക്സിക്യൂട്ടീവായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരാൻ എനിക്ക് സാധിക്കും. കൃഷി കാർഷിക വ്യവസായമാകുമ്പോൾ കർഷകന് വിപണിയിൽ നേരിട്ടിടപെടാനും മൂല്യവർദ്ധനവിലൂടെ തന്റെ ഉൽപ്പന്നങ്ങൾക്ക് അധിക വില സ്വായത്തമാക്കാനും കഴിയുന്നു. കൃഷി അങ്ങനെ ഏറെ ആസ്വാദകരമായ തൊഴിലായി മാറും. ഓരോ കർഷകരും കർഷക കൂട്ടായ്മകളും ഈ ദിശയിൽ ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്.